ടി.ജി. വി.ഡി. സതീശൻ ഗവൺമെൻറ് ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. കയ്യടി നേടുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ആദ്യ ദിവസം തന്നെ അദ്ദേഹം നടത്തി. തീർച്ചയായിട്ടും അത് പലതും മാതൃകാപരമാണ്, പലതും നമുക്ക് അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാണുന്ന മുറയ്ക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാനും നമ്മൾ തയ്യാറാവും. പക്ഷേ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ വന്ന 3 വിമർശനങ്ങളുണ്ട്. അതിലൊന്ന്, അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായിട്ട് പാടി എന്നാണ്. അത് ആരനുവദിച്ചു, എങ്ങനെ അനുവദിച്ചു തുടങ്ങിയ വിവാദങ്ങൾ. രണ്ടാമത്, അദ്ദേഹം തന്നെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി മന്ത്രിമന്ദിരങ്ങൾ അറ്റകുറ്റപ്പണിക്ക് കോടികൾ അദ്ദേഹം വകയിരുത്തിക്കൊണ്ട് ഉത്തരവിറക്കി എന്നുള്ള രണ്ടാമത്തേത്. മൂന്നാമത്തെ ഒരു വിമർശനം വന്നത്, അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജെ.ജി. ബാബു, അതും വിമർശന വിധേയമായിരിക്കുന്നു. ആദ്യത്തെ 2 വിമർശനങ്ങൾ വിവാദങ്ങളായി വളർന്നു കഴിഞ്ഞു. മൂന്നാമത്തെ വിമർശനം വേണ്ടത്ര ജനശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ടി.ജിയോട് ചോദിക്കാനാണ് ഞാൻ ഈ സമയം. അഡ്വക്കേറ്റ് ജെ.ജി. ബാബുവിനെ മലയാളത്തിലെ ഈ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ അത്ര പ്രസിദ്ധമൊന്നുമല്ല. പക്ഷേ ഈ ജെ.ജി. ബാബുവിൻ്റെ ഒരു പ്രൊഫൈല് പുറത്തു വന്നിരിക്കുന്നത് 2 കാര്യങ്ങളാൽ ശ്രദ്ധേയമാണ്, വിമർശന വിധേയവുമാണ്. ഒന്നാമത്തെ കാരണം, അദ്ദേഹം ഗവർണറുടെ അഡ്വൈസറായിരുന്നു. കേരള ഗവർണറുടെ അഡ്വൈസറായിരുന്ന ഒരാൾ ഒരു ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറലായിട്ട് വരുന്നു. പ്രത്യേകിച്ചും ഈ ഗവർണറെ കൂടി നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഈ അഡ്വക്കേറ്റ് ജെ.ജി. ബാബുവിന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ കേരളത്തിൽ ഈ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായിട്ടോ വാദിയായിട്ടോ ഒക്കെ വന്ന കേസുകളിൽ വെള്ളാപ്പള്ളിയുടെ സ്ഥിരം വക്കീലാണ് അഡ്വക്കേറ്റ് ജെ.ജി. ബാബു. വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പ്രത്യക്ഷത്തിൽ വി.ഡി. സതീശനെതിരായി നിരന്തരം വേണ്ടതിനും വേണ്ടാത്തതിനും പ്രസ്താവന ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇവർ തമ്മിൽ, വെള്ളാപ്പള്ളിയും വി.ഡി. സതീശനും തമ്മിൽ എന്തോ ഗുരുതരമായ അകൽച്ച നിലനിൽക്കുന്നു എന്നാണ് പൊതുവെ ജനം വിശ്വസിക്കുന്നത്. ആ സമയത്താണ് വെള്ളാപ്പള്ളിയുടെ വക്കീലെന്നോ വെള്ളാപ്പള്ളിയുടെ നോമിനി എന്നോ പറയാവുന്ന ഒരാൾ അഡ്വക്കേറ്റ് ജനറലായിട്ട് വരുന്നത്. ഈ സിറ്റുവേഷനെ എങ്ങനെയാണ് ടി.ജി കാണുന്നത്? ഇല്ല, അത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് ജെ.ജി. ബാബു ഈ കേരള ഹൈക്കോടതിയിൽ ഒരു സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തെ പറ്റി അധികം കേൾക്കാത്തത് അദ്ദേഹം വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടാത്തതുകൊണ്ടാണ്. നല്ല വക്കീൽ അദ്ദേഹത്തിന്റെ പണിയെടുക്കുന്നുണ്ട്, പ്രൊഫഷണലാണ് ആണല്ലേ. ഓ, അപ്പോൾ അങ്ങനെ ഗവർണർ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കേസ് ഫൈറ്റ് ചെയ്യും, വെള്ളാപ്പള്ളി ഏൽപ്പിച്ചാൽ ആ കേസ് ഫൈറ്റ് ചെയ്യും. ആരാണോ അദ്ദേഹത്തിന് കേസ് ഏൽപ്പിക്കുന്നത്. രാഷ്ട്രീയമായി കോൺഗ്രസ് ആണോ? അങ്ങനെ ഒരു കോൺഗ്രസ് ചായ്വ് ഇല്ല. പിന്നെ ഇപ്പം ഈ പറയുന്ന പല രീതിയിൽ വക്കീലന്മാരുടെ ഇടയ്ക്ക് സംസാരം ഉണ്ടാവില്ല. അങ്ങനെ സംസാരമുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ഒരു എക്സ്ട്രാ എഫർട്ട് എടുത്തതായിട്ടോ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ആസിഫ് അലി, അദ്ദേഹം പ്രകടമായിട്ട് KPCC അംഗമൊക്കെ ആയിരുന്ന ആളാണ്. അത് അദ്ദേഹം ഒളിച്ചു വയ്ക്കാറുമില്ല. ജെ.ജി. ബാബു അങ്ങനെയല്ല, പക്ക പ്രൊഫഷണലാണ്. ഹൂസോഎവർ കേസ്, അത് ഒരെണ്ണം മാത്രം പുള്ളി എന്തോ ഒരു ധർമ്മസങ്കടം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അങ്ങ് നിർത്തി. എനിക്ക് തോന്നുന്നു ഗവർണറുടെ തന്നെ ഒരു കേസാണെന്ന് തോന്നുന്നു. അത് പിണറായി വിജയൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്തോ സംഭവിച്ചു. പുള്ളി വിവാദത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വേറെ ആളെ ഏൽപ്പിക്കാൻ പറഞ്ഞ് ഒഴിഞ്ഞതാണ്. അതുപോലെ ഗവർണറുടെ അഡ്വൈസർ ആയിരുന്നു പുള്ളി എന്ന് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ബട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞില്ല. ഈ പീസ് മീലായിട്ടാണ് ഗവർണർ അഭിപ്രായം ചോദിക്കാറുള്ളത്. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആ സമയത്ത് ഒരാളെ അപ്രോച്ച് ചെയ്തിട്ട് അഡ്വൈസ് വാങ്ങും. അല്ലാതെ ഒരു സ്റ്റാൻഡിങ് ലീഗൽ അഡ്വൈസർ ഒരു അങ്ങനെ ഒരു ബോർഡ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. പത്രത്തിൽ അങ്ങനെ വന്നു എന്ന് വരാം. പക്ഷെ അങ്ങനെ ഒരു ലീഗൽ ടീമോ ലീഗൽ അഡ്വൈസറോ ഗവർണർക്ക് ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. ഗവർണർ സാർ നോക്ക്, എപ്പോഴാണ് ഗവർണർക്ക് ഒരു ലീഗൽ അഡ്വൈസ് വേണ്ടി വരുന്നത്? വെൻ ഗവർണർ ഈസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ഗവൺമെൻറ്. അതല്ലെങ്കിൽ ഹി ഗോസ് ബൈ ദ അഡ്വൈസ് ഓഫ് ദ ഗവൺമെൻറ് അതിൻ്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് നോക്കിക്കാണും. വാസ്തവത്തിൽ ഗവർണർക്ക് ഒരു ലീഗൽ കാര്യത്തിലേക്ക് കടക്കേണ്ട കാര്യമേ ഇല്ല. ഒഫീഷ്യൽ അഡ്വൈസറി ബോർഡ് ഉണ്ടാവില്ല. മന്ത്രിസഭ തരുന്ന കാര്യം അതുപോലെ അങ്ങ് ഒപ്പിട്ടാൽ മതി. അത് ഭരണഘടനാ വിരുദ്ധമായി പോയി എന്ന് നാളെ കോടതി വിധിച്ചാൽ പോലും ഗവർണറെ അത് ബാധിക്കുന്നില്ല. ഗവർണർ പറയും
അത് നിയമസഭ നോക്കണമായിരുന്നു. അവർ നോക്കി എനിക്ക് കടലാസ് തന്നു. അപ്പം ഞാൻ അവരെ വിശ്വസിച്ചു, ഞാനതിൽ ഒപ്പിട്ടു. എനിക്ക് കുറ്റമൊന്നുമില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, കോടതി റദ്ദാക്കി. ശരി, റദ്ദാക്കി. നമ്മുടെ ഭൂപരിഷ്കരണ നിയമം കോടതി റദ്ദാക്കിയതല്ലേ, ഗവർണർ ഒപ്പിട്ടതാണ്. CPM നേതൃത്വത്തിലുള്ള EMS സർക്കാർ കൊണ്ടുവന്നു 10 സെൻറ്റ് കൊടുക്കുന്ന നിയമം. 10 സെൻറ്റ്, 5 സെൻറ്റ്, 3 സെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി റദ്ദാക്കി. അത് കഴിഞ്ഞ് വന്ന അച്യുതമേനോൻ സർക്കാരാണ് അതിലെ ഭരണഘടനാ വിരുദ്ധത മാറ്റിയിട്ട് ബില്ല് അത് തന്നെ, കണ്ടൻറ്റ് അത് തന്നെ, പക്ഷേ അതിൻ്റെ ചില സെക്ഷൻസിലുണ്ടായിരുന്ന ഡിഫക്റ്റ് മാറ്റിയിട്ട് പാസ്സാക്കി. അങ്ങനെയാണ് 10 സെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഉള്ള CPIക്കാർക്ക് പോലും ഇതറിയില്ല. അച്യുതമേനോനും കോൺഗ്രസും കൂടെയാണ് ഇത് ചെയ്തത്. ഇപ്പോഴും അവർ CPMന് അത് തീരെഴുതി കൊടുത്തിരിക്കുക, ഭൂപരിഷ്കരണം. CPM ഭൂപരിഷ്കരണം പരാജയപ്പെട്ടിരുന്നു അവർ. അതുകൊണ്ട് അച്യുതമേനോൻ ഈ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവർ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ജാനുവരി 1 തന്നെ 10 സെൻറ്റ് കയ്യേറാനൊക്കെ തുടങ്ങി. ഞങ്ങളാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് കാണിക്കുക. എനിവേ, അത് പോട്ടെ, അത് വേറെ. ഞാൻ പറഞ്ഞത് ഗവർണറെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല, ഇതിൻ്റെ നിയമസാധുത. പിന്നെ നിയമസാധുത എന്ന് പറഞ്ഞാൽ ഗവർണർ തുടങ്ങുന്നത് സർക്കാരുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ്. ഞാനിത് ഒപ്പിടുകില്ല. എന്താ ചേട്ടാ ഒപ്പിടാത്തത്? നോക്കട്ടെ, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് ഞങ്ങൾ നോക്കിയതാണ്, നിങ്ങൾ നോക്കിയാൽ പോരാ, ഞാനും നോക്കട്ടെ. അവിടെയാണ് ഈ വക്കീലിൻ്റെ ആവശ്യം വരുന്നത്, കേസിനൊക്കെ പോകുമ്പോഴാണ്. അല്ലാതെ ഗവർണർക്ക് ഒരു സ്ഥിരം ഇതിൻ്റെ ബോർഡില്ല, അത് അതിന് പ്രൊവിഷൻ ഉണ്ടാവാനും സാധ്യതയില്ല. എൻ്റെ അറിവിലില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാം. അൺലിമിറ്റഡ് പവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ ഒരു ഡെൻറ്റൽ ഡോക്ടറെ പെർമനൻ്റ്ലി നിയമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നില്ല. ദേ ക്യാൻ ഇൻസിസ്റ്റ് ഫോർ എനിത്തിങ്. ഗവർണർക്ക് കൊടുക്കുന്ന കാശിന് ഓഡിറ്റും ഇല്ല. മിക്കവാറും ഗവർണർ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷായിരിക്കും കിട്ടുന്നത്. ഞാൻ കെൽട്രോണിൽ ജോലി ചെയ്യുമ്പോൾ ഗവർണറുടെ അവിടെ TVയും CCTVയും വെച്ചിരുന്നു. അതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് മന്ത്ലി മെയിൻ്റനൻസ്, എപ്പോൾ വിളിച്ചാലും ഒരു ടെക്നീഷ്യൻ ഓടിച്ചെല്ലണം, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അതിന് മാസം ഇത്ര തുക, അത് കേടായാലും കേടായില്ലെങ്കിലും ആ തുക കിട്ടിക്കൊണ്ട്, ഈ തുക ക്യാഷായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഇതെന്താ ക്യാഷായിട്ട്? സാധാരണ ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ക്യാഷ് തരില്ല, എല്ലാം ചെക്കായിരിക്കുമല്ലോ. പക്ഷേ ഗവർണർക്ക് ക്യാഷ് തരുന്നു. അപ്പോഴാണ് ഗവർണർക്ക് ഓഡിറ്റ് ഇല്ലെന്നും ക്യാഷ് എക്സ്പെൻസ് ആകാമെന്നും ഒക്കെ ഞാൻ അദ്ദേഹത്തിന് ആയിട്ടുള്ള ഇതാണ് പവേഴ്സാണ്. ഈ വഴക്കും ബഹളവും ഒക്കെ നടക്കുമ്പോൾ പോലും ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ച കാശ് പിണറായി വിജയൻ കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം ഹീസ് ദാറ്റ് പവർഫുൾ ഗവർണറുടെ പോസ്റ്റ്. അപ്പോൾ ആകെ ലീഗലി ഈ പ്രശ്നം വരുന്നത് ഗവൺമെൻറ്റുമായിട്ടൊന്ന് ഉടക്കണം എന്ന് ഗവർണർക്ക് തോന്നിക്കഴിയുമ്പോഴാണ് ഗവർണർക്ക് വക്കീലിൻ്റെ ആവശ്യം വരുന്നത്. ഉടക്കില്ലെങ്കിൽ സുഖമായിട്ട് ഗവർണർക്ക് പോകാം, വക്കീലിൻ്റെ കാര്യമൊക്കെ സർക്കാർ നോക്കിക്കോളും. ഈ 2 ഗവർണർമാർ പിണറായി വിജയനുമായിട്ട് ഏറ്റുമുട്ടിയ സമയത്ത് ഇദ്ദേഹം വക്കീലായിരുന്നു, ഗവർണറുടെ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം മാറി, വേറെ ഒരു വക്കീലായിട്ട്, റിമെമ്പർ ഹിസ് നെയിം, വേറെ വക്കീലിനെ ഏൽപ്പിച്ചു ഗവർണർ. അങ്ങനെയൊക്കെ ചെയ്തു. ജെയ്ജി ബാബു ഈസ് പ്യൂർലി അതിൽ പോസിറ്റീവായൊരു സംഗതി പിണറായി വിജയന് എതിരായി നിന്ന വക്കീലാണ് എന്നർത്ഥത്തിലാണ്. അതെ. അതിന് ഗവർണറുടെ വക്കീൽ എന്ന് പറയുമ്പോൾ പിണറായി വിജയനെതിരാണില്ല. അത് വക്കീലെതിരായത് കൊണ്ടല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന ബ്രീഫ് അദ്ദേഹം കോടതിയിൽ, അല്ലാതെ വക്കീലിന് ഇതിനകത്ത് ഒരു പേഴ്സണൽ ഇതുണ്ട് എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല. അതെ. വെള്ളാപ്പള്ളി കേസസോ? വെള്ളാപ്പള്ളി ഇപ്പോൾ വക്കാലത്ത് കൊടുക്കും, കേസ് ഏൽപ്പിച്ചാൽ. വെള്ളാപ്പള്ളിയുടെ SNDPയുടെ ആളാണോ? വെള്ളാപ്പള്ളിയുടെ വക്കീൽ, സ്ഥിരം വക്കീൽ സുഗുണബാലൻ സാറായിരുന്നു. എനിക്കറിയാവുന്ന ആബ്സല്യൂട്ട് ജെന്റിൽമാൻ N. സുഗുണപാലൻ. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അദ്ദേഹത്തിന് കുറേയധികം പ്രായമോ സംഗതിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ വെള്ളാപ്പള്ളിയുടെ വക്കീൽ അദ്ദേഹത്തിന് മറ്റേ BDJSലൊക്കെ ഉള്ള രാജൻ ബാബു, അഡ്വക്കേറ്റ് രാജൻ ബാബു ഒക്കെ ചേർന്നിട്ടാണ് കേസുകൾ അവരുടെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരിവിലെവിടെയെങ്കിലും വെച്ചിട്ട് ജെയ്ജി ബാബുവിന് കൊടുത്തിരിക്കാം, വക്കാലത്ത് കൊടുത്തിരിക്കാം. സാറൊന്ന് ശരി നോക്കട്ടെ എന്നിട്ട് പുള്ളി അതിൽ ഇതിൽ കവിഞ്ഞ് അതൊരു നെക്സസ് ആണെന്നോ, ഇദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുമായിട്ട് അടുപ്പമുണ്ട്, VD സതീശൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ
ഇതുപോലത്തെ കോംപ്ലിക്കേഷൻ BJP-യുമായി RSS-ഉമായിട്ട് ബന്ധമുണ്ടെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. എൻ്റെ അറിവിൽ ഇല്ല. ഇനി ഞാനറിയാതെയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ടല്ലോ. ബട്ട് ആസ് ഫാർ ആസ് ഐ നോ ഈസ് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഒരു പ്രൊഫഷണൽ വക്കീലാണ്, സീനിയർ വക്കീലാണ്, നല്ല റെപ്യൂട്ടേഷനുള്ള വക്കീലാണ്. അങ്ങനെയാകുമ്പോൾ വി.ഡി. സതീശൻ അഡ്വക്കേറ്റ് ജനറലിനെ തിരഞ്ഞെടുത്തത് പ്യുവർലി മെറിറ്റ് ബേസിസിൽ തന്നെയാണ്. മെറിറ്റ് ബേസിസിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ല, കോൺഗ്രസ് പോലും അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്നും ട്രാക്ക് റെക്കോർഡൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന്. ഇല്ല, അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി സാർ, ഒരു മനുഷ്യൻ 10, 60, 62 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ 6 പതിറ്റാണ്ട് അങ്ങേരുടെ ജീവിതത്തിൽ പുറകിൽ കിടക്കുന്നു. അവിടെ എവിടെയെങ്കിലും വെച്ച് അങ്ങേര് KSUവിൽ സ്ഥാനാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ ABVP-യിൽ ഒരു ദിവസം ഈ ക്യാമ്പിന് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കിളിപ്പൊളിച്ചൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കാം. അത് നമുക്ക് താല്പര്യമുള്ള കാര്യമല്ല, അന്വേഷിച്ച് പോകേണ്ട കാര്യം. ഒന്നാമത് 99% പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ കേരളം. അതിലൊരു മനുഷ്യന് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെടാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഒടുവിൽ ഇയാൾ വയസ്സായി ചാവാറായി കഴിയുമ്പോൾ ആ ബന്ധം കിളി പൊളിച്ചെടുത്തിട്ട് ഇവൻ RSSകാരനാണെന്ന് പറഞ്ഞാൽ അവനെ തല്ലാം. ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേരളത്തിൽ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ പാർട്ടി അന്വേഷിക്കുക, അങ്ങനത്തെ ഏർപ്പാടാണ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാണ്. ബട്ട് ആസ് ഫാർ ആസ് ഐ നോ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, JG ബാബുവിന്. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം മൈ ലിറ്റിൽ എക്സ്പീരിയൻസ് ഇൻ ഹൈക്കോർട്ട്, മേ ബി കഴിഞ്ഞൊരു 10 വർഷത്തെ ഇതിൽ ഞാൻ പറയുകയാണ്, പ്രൊഫഷണൽ, അബ്സല്യൂട്ട്ലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വക്കീലാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഫഷണൽ എഫിഷ്യൻസി നമ്മുടെ ഗവൺമെന്റിനും സ്റ്റേറ്റിനും ഗുണം ചെയ്യട്ടെ. സതീശനെടുത്ത തീരുമാനത്തെ നമുക്ക് ആ അർത്ഥത്തിൽ. അതുപോലെ അദ്ദേഹം ഈ വല്ലാതെ കോൺട്രവേഴ്സിയൊക്കെ ആയി കഴിഞ്ഞാൽ JG ബാബു സാറ് പിൻവാങ്ങാനും സാധ്യതയുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ രീതി അല്ലേ, കോൺട്രവേഴ്സീസിലേക്ക് പോകാനും തലയിടാനും. അത് ചെയ്യില്ല. വല്ലാതെയൊക്കെ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി എന്നെ ഒഴിവാക്കി, എനിക്ക് വേണ്ട അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അവിടെ ഹൈക്കോടതിയിൽ വലിയൊരു ഓഫീസും കീഴിൽ ഒരുപാട് വക്കീലന്മാരും അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് അഡ്വക്കേറ്റ് ജനറലിന്. ബട്ട് ബിയോണ്ട് സർട്ടൻ ബൗണ്ടറീസ് JG ബാബു സാറ് അതെനിക്ക് വേണ്ടെന്ന് പറയും. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ TGയുടെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന നിലയിൽ ഹൈക്കോടതിയിൽ നിന്നും ഒക്കെയുള്ള വിവരം വെച്ചാണല്ലോ 10 കൊല്ലമെങ്കിലും ആയിട്ട് TGക്ക് അത് അറിയാമല്ലോ. എന്തായാലും ആ തീരുമാനം ഗുണം ചെയ്യട്ടെ, സ്റ്റേറ്റിന് ഗുണം ചെയ്യട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു പ്രൊഫഷണലായ, മെച്യൂർഡായ, വളരെ ശാന്തപ്രകൃതനായ ഒരു നിയമോപദേഷ്ടാവ് തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.